ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതിനു മുമ്പും NRCയും CAA ഒക്കെ നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ വൃത്തികെട്ട നയങ്ങൾ അതൊരു ഭാഗത്ത് അസ്തമിച്ചുവെന്ന് ഞാനും നിങ്ങളും കരുതുന്നുവെങ്കിലും വോട്ടർ പട്ടികയിൽ ബീഹാറിൽ 50,000-ഓളം ആളുകളുടെ പേര് നിഷേധിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലും ഒരുപാട് ആളുകൾക്ക് വോട്ടർ പട്ടികയിൽ പേരില്ലാതെ അവസ്ഥയിലാണ് ഈ സാഹചര്യമുള്ളത്. ഇത് നമ്മുടെ പൗരത്വത്തെ പോലും ബാധിക്കുന്ന വലിയ ദുർഘടമായ വിഷയമാണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. 2002 പേരുള്ളവരുടെ വോട്ടർ ലിസ്റ്റിൽ പേരുള്ളവരുടെ പേരാണ് പിന്നെ പ്രാബല്യത്തിൽ വരുന്നതെന്നും ഇപ്പോൾ പേരില്ലാത്തവർ അത് പേര് ചേർത്തില്ലെങ്കിൽ അവരുടെ പൗരത്വത്തെ ബാധിക്കും വിധം പ്രയാസമാണെന്ന് ഇതിനെക്കുറിച്ച് പഠിച്ചവരും ഇതിനെക്കുറിച്ച് ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെ നമ്മോട് പറയുമ്പോൾ, സഹോദരങ്ങളെ, ഈ സാഹചര്യത്തിൽ ഈ പരിശുദ്ധമാക്കപ്പെട്ട വെള്ളിയാഴ്ചയിൽ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിച്ച ചില കാര്യങ്ങളാണ്. അള്ളാഹു നമ്മളോട് പറയുന്നുണ്ട്, ഈ ഭൂമുഖത്ത് മുസ്ലിമിന് പരീക്ഷണമുണ്ടാകും. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു, ഒരു വെള്ളത്തിൽ ഒരു ഭക്ഷണപാത്രത്തിൽ കൈയിട്ട് വാരുന്നത് പോലെ മുസ്ലിമീങ്ങൾ ആക്രമിക്കപ്പെടുമെന്നും അവരുടെ കൽബിന്റെ ഉള്ളിൽ ദുനിയാവിനോടുള്ള പ്രേമവും മരണത്തോടുള്ള വെറുപ്പുമാണെന്നാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു വെച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം, അബൂ ദർദാ റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അല്ലാഹു പറയുന്നു, ഇന്നല്ലാഹ യഖൂൽ, അല്ലാഹു പറയുന്നുണ്ട്, അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന. ഇന്നല്ലാഹ യഖൂലു, അല്ലാഹുവാണ് പറയുന്നത്, അനല്ലാഹ്, ഞാനാണ് അല്ലാഹ്, ഏകനായ പടച്ചവൻ ഞാനാണ്. ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാത്ത ഒരു ഇലാഹ നിങ്ങൾക്കില്ല. മാലിക്കുൽ മുലൂക്കി വ മാലിക്കുൽ മുലൂക്ക്, രാജാക്കന്മാരുടെ രാജാവാണ് ഞാൻ. അല്ലാഹ് പറയാണ്, രാജാക്കന്മാരുടെ രാജാവാണ് ഞാൻ. ഖുലൂബുൽ മുലൂക്കി ബിയദയ്യ, എന്റെ കയ്യിലാണ് ലോകരാജാക്കന്മാരുടെ മുഴുവൻ ഹൃദയത്തിന്റെ ചലനങ്ങളും നിശ്ചലനങ്ങളും എല്ലാം എന്റെ കയ്യിലാണ്. വഇന്നൽ ഇബാദ ഇദാ അതാഊനി, അടിമകൾ എന്നെ വഴിപ്പെട്ടാൽ, അല്ലാഹു പറയാണ് അടിമകൾ എന്നെ വഴിപ്പെട്ടാൽ, ഹവ്വൽതു ഖുലൂബ മുലൂകിഹിം അലൈഹിം, അവരുടെ ഹൃദയങ്ങളെ ഞാൻ എന്നെ വഴിപ്പെട്ട ആളുകൾക്ക് അനുകൂലമായിട്ട് അവരുടെ ഹൃദയങ്ങളെ ഞാൻ തിരിക്കും. ബിർറഅഫത്തി വറഹ്മ, എന്നെ അനുസരിക്കുന്ന ഒരാൾക്കാരാണ്, എന്നെ അനുസരിക്കുന്നവരാണ് ആ ഒരു നാട്ടിലുള്ളതെങ്കിൽ അവർക്ക് വഴിപ്പെടുന്ന രീതിയിൽ അവരൊരു കരുണയുള്ള നല്ല രാജാക്കന്മാരെ, നേതാക്കന്മാരെ, നല്ല ഭരണാധികാരികളെ ഞാൻ അവർക്ക് കൊടുക്കും. അതല്ല, എന്റെ അടിമകൾ എന്നോട് തെറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അള്ളാഹു പറയാണ്, അലയ്യൽ മുലൂക്ക്, എന്റെ അടുത്താണ് ഭരണാധികാരി. ഹവ്വൽതു ഖുലൂബഹും അലൈഹിം ബിസ്സുഖ്തി വന്നിഖ്മ, അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള എല്ലാ പകയും എല്ലാ വിദ്വേഷങ്ങളും ഈ നാട്ടിലുള്ള ആളുകളുടെ മേൽ അള്ളാഹു തിരിച്ചുവിടുമെന്ന് അള്ളാഹു പറയുമ്പോ, ഫസാമൂഹും സൂഅൽ അദാബ്, അവർക്ക് ശക്തമായ പീഡനങ്ങളും ശക്തമായ അക്രമങ്ങളും അവർ ഏറ്റുവാങ്ങേണ്ടി വരും. ഫലാ തശ്ഗലൂ അൻഫുസകും ബിദ്ദുആഇ അലൽ മുലൂക്കി, ആ രാജാക്കന്മാർ ചാവണമെന്നും ആ രാജാക്കന്മാർ തീരണമെന്നും ആ രാജാക്കന്മാർ ഈ നാട്ടിൽ നിന്നും ഒട്ടഴിഞ്ഞു പോകണമെന്നുള്ള നിങ്ങൾ വെറുതെ പ്രാർത്ഥിച്ച് സമയം കളയരുത്. അവരുടെ മേൽ നിങ്ങൾ ദുആ ചെയ്തിട്ടൊന്നും ഒരു കാര്യവുമില്ല. വലാകിൻ ഇശ്ഗലൂ അൻഫുസകും ബിദ്ദിക്രി വതളർറുഇ അകുഫുകും മുലൂകകും, അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മേൽ വന്ന നെറുകെട്ട ഭരണാധികാരികൾക്കെതിരെ ദുആ ചെയ്യലല്ല, നിങ്ങൾ ചെയ്യേണ്ടത് വശ്ഗലൂ അൻഫുസകും, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ ജോലിയാക്കണം. ബിദ്ദിക്രി, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട്, വതളർറുഇ, അവനെ വഴിപ്പെട്ടുകൊണ്ട്, അകുഫുകും മുലൂകകും, അപ്പം നിങ്ങൾക്ക് അനുകൂലമായ നല്ല ഭരണാധികാരികൾ, അല്ലെങ്കിൽ അക്രമികാരികളായ ഭരണാധികാരികളെ അള്ളാഹു പിടിച്ചു കെട്ടുമെന്ന് അള്ളാഹു പറയുമ്പോ, വർത്തമാന കാലഘട്ടത്തെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഈ കേരളം, തമിഴ്നാട്, കർണാടക ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും നമുക്കറിയാം BJP ഭരണകൂടവും മുസ്ലിമീങ്ങൾ അവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കിരാതമായ
ഇടങ്ങേറുകളും ബലാ മുസീബത്തുകളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അക്രമങ്ങളും അനീതികളും ഏറ്റുവായിക്കൊണ്ടിരിക്കുന്ന പീഡനങ്ങളും ചെറുതല്ല. താമസിച്ചു കൊണ്ടിരിക്കുന്നവരുടെ വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് തച്ചു തകർക്കുന്നു. അവരെ പിടിച്ചുകൊണ്ടുപോയി ഒരു തെറ്റും ചെയ്യാതെ ജയിലടയ്ക്കുന്നു. ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങൾ അങ്ങനെ ജയിലിന്റെ ഉള്ളിൽ. ഇതെല്ലാം നാം ഇവിടെ ഇരുന്ന് വായിച്ചറിയുമ്പോൾ മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, ഗൗരവമാണ് കാര്യങ്ങൾ. നാം അശ്രദ്ധരായിരുന്നാൽ നമ്മുടെ തലയിലും ഇത് വന്ന് വീഴുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇവിടെയൊക്കെ ആശങ്കയോടൊപ്പം നമുക്ക് ജാഗ്രത ഉണ്ടാവണം. ഇവിടെ 12ഓളം രേഖകൾ നമ്മളോട് സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ 12 രേഖകളും നമ്മുടെ കയ്യിൽ, അതിന്റെ ഒറിജിനൽ പകർപ്പ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അതുകൊണ്ട് നമ്മൾ ജാഗ്രതയോടൊപ്പം നമ്മൾക്ക് ആശങ്ക നമ്മുടെ കൽവിൽ ഉണ്ടാകുമ്പോഴും നമുക്ക് ജാഗ്രത വേണം. എന്റെ നാട്ടില് ഹിയറിങ്ങിന് വിളിച്ചപ്പോ വെള്ളിയാഴ്ച ജുമയുള്ളതുകൊണ്ട് ഞാൻ ഹിയറിങ്ങിന് പോയില്ല. വോട്ടർ ലിസ്റ്റ് എന്റെ പേരില്ല. ഞാൻ അവിടെ നിന്ന് നാട്ടിൽ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഇവിടെ നിന്ന് താമസിക്കണമെന്ന് എന്റെ പേരില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ രേഖകളും നമ്മുടെ പേരുകളും ന്യായമായ രീതിയിൽ കൃത്യമായ അവകാശങ്ങൾ നാം നേടിയെടുത്തുകൊണ്ട് കൃത്യമായി തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. നമ്മുടെ അശ്രദ്ധ കൊണ്ട് ഒന്നും സംഭവിക്കാൻ പാടില്ല. മുസ്ലിമീങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ ഭരണകൂടത്തിന്റെ കിരാതമായ പ്രവർത്തനങ്ങൾക്കെതിരെ നമ്മൾ ദുആ ചെയ്യുമ്പോഴും ജാഗ്രതയോടുകൂടി നമ്മൾ പ്രവർത്തിക്കുമ്പോഴും അള്ളാഹുവിന് വഴിപ്പെട്ടുള്ള ജീവിതം നമുക്ക് വേണം. കാരണം ഇത്തരം സാഹചര്യങ്ങളും സന്ദർഭങ്ങളും വരുമ്പോഴും നമ്മളെ സഹായിക്കാൻ അള്ളാഹു അല്ലാതെ ഒരൊറ്റ ശക്തിയുമില്ല. ബഹുമാനപ്പെട്ട ഖുർത്തുബി തങ്ങളെ ഈ വിഷയത്തെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ലാ തസ്തഅമലു അൻഫുസകും ബിദ്ദുആഇ അലൽ മുലൂകി ഐ ബിളറരിഹിം ഖൗമൗത്. അവൻ അക്രമിയായ ഭരണാധികാരിയാണ്. ഇവിടെ ഫലസ്തീനെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്രായേൽ പട്ടാളത്തിന്റെ നേതാവായ നെതന്യാഹുവിനെതിരെ എത്ര നാളായിട്ട് നമ്മൾ ദുആ ചെയ്യുന്നു? വല്ല അനക്കമുണ്ടോ? സുരിയാക്കന്മാര്, പാണക്കാട് തങ്ങന്മാര് ദുആ ചെയ്യാത്തോണ്ടാണോ? ഈ നാട്ടിൽ ദുആ സ്വീകരിക്കുന്ന ആൾക്കാരും ഇല്ലേ? ഇഷ്ടംപോലെ നല്ല സൂഫി വര്യന്മാരെന്നും ജീവിച്ചിരിപ്പുണ്ട്, നല്ല സ്വാലിഹീങ്ങൾ. നമ്മൾ രോഗമാണെന്ന് ചെന്ന് പറഞ്ഞാൽ അവരെ ദുആ കൊണ്ട് ഒറ്റയടിക്ക് രോഗം മാറ്റാൻ പവറുള്ള ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ നമ്മുടെ രോഗം മാറ്റാൻ മാത്രമാണ് അവർക്ക് ദുആയ്ക്ക് പവറുള്ളൂ. ഫലസ്തീന്റെ മണ്ണിൽ ഒരു ചലനം സൃഷ്ടിക്കാൻ അവരുടെ ദുആയ്ക്ക് പവറില്ല എന്ന് ചോദിക്കുന്നുണ്ട് ചിലര്. അതുകൊണ്ടല്ല. അതാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഹദീസ് പറയുന്നത്, അവരെ നശിക്കണമെന്ന് നിങ്ങൾ വെറുതെ അവർക്കെതിരെ ദുആ ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഒരു നാട് നശിക്കുമ്പോൾ ഉണ്ടാകുന്ന കാരണങ്ങൾ ആ നാട്ടിൽ ഒരു സ്വാലിഹായ മനുഷ്യൻ ഉണ്ടായോണ്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്വാലിഹ്യങ്ങൾ, നിങ്ങളൊക്കെ സ്വാലിഹ്യങ്ങളായ ആളുകളാണ്. നിങ്ങളൊക്കെ 5 വഖത്ത് പള്ളി വന്ന് നിസ്കരിക്കുന്ന ആളുകളെ തർക്കമില്ല. പക്ഷെ നിങ്ങൾ നശിക്കുന്ന നിങ്ങളെ മക്കളെ കൊണ്ടാവും. നിസ്കരിക്കാത്ത, കള്ളു കുടിക്കുന്ന, കഞ്ചാവടിക്കുന്ന, വഴിപിഴച്ചു പോകുന്ന താന്തോന്നികളായ, തെമ്മാടികളായ, പടച്ചോനെ പേടിയില്ലാത്ത നിങ്ങളെ മക്കളും നിങ്ങളുടെ തലമുറയും ഒരു ഭാഗത്ത് നിന്ന് കള്ളും കഞ്ചാവും തെമ്മാടിത്തരവും കാണിച്ച് അറുമാദിക്കുമ്പോ നമ്മൾ മാത്രം നിസ്കരിച്ചുകൊണ്ട് നാട്ടിൽ നന്മ ഉണ്ടാവില്ല എന്ന് ആക്രമിക്കപ്പെടും. ആ നാട് പിച്ചു ചീന്തപ്പെടും. അവിടെ ഒരു നാട്ടിൽ നിത്യമായിട്ട് തിന്മകൾ അരങ്ങേറിയാൽ ആ നാട് അദാബിലാവും. പല നിലയ്ക്കുള്ള അദാബ് വരും. കോവിഡും കൊറോണയും വന്നപ്പോഴാണ് നമ്മൾ കുറച്ച് മനസ്സിലായത്. പക്ഷെ ഇപ്പൊ അതങ്ങോട്ട് മാറിയപ്പോ നമുക്ക് മനസ്സിലാവും. നിങ്ങൾ രഹസ്യമായിട്ടൊന്ന് അന്വേഷിച്ച് നോക്കിയേ, മിക്ക വീടുകളിൽ ക്യാൻസറും ട്യൂമറുമാണ്, അപകടകരമായ രോഗങ്ങളാണ്. അള്ളാഹുവിന്റെ പരീക്ഷണം ഒന്നിന് പിറകെ ഒന്നായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിൽ നിന്ന് കാരണം? നമ്മൾ ദീനിലോട്ട് മടങ്ങുക എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ നമ്മൾ ചെയ്യാനുള്ള ഒരു മാർഗം. അലിമീങ്ങൾ പറയുന്നത് കേൾക്കുക, അള്ളാന്റെ ഖുർആൻ മനസ്സിലാക്കുക, വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുക, 5 വഖത്ത് നിസ്കരിക്ക്, പടച്ചോനെ പേടിക്ക്, അള്ളാഹ് പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ മാത്രം മതി. അതിങ്ങനെ പറഞ്ഞത് കൊണ്ടോ നിങ്ങൾ കേട്ടത് കൊണ്ടോ കാര്യമില്ല. നമ്മുടെ മേൽ ഇതിലും ഭീകരമായി ഇന്നത്തെ ദിവസത്തിൽ വെള്ളിയാഴ്ച ദിവസം, ഇന്നത്തെ ദിവസത്തെക്കാൾ വളരെ മോശമാണ് നാളെ. തർക്കം 31-ാം തീയതി വെള്ളിയാഴ്ച അല്ലേ? പിന്നെ ജമാഅത്തുൽ അവ്വൽ 9 മഹാനായ ശൈഖുനാ റിഫായി തങ്ങളുടെ ആണ്ടിന്റെ ദിനങ്ങൾ അടുത്തു വരുന്നു. ഈ തിങ്കളാഴ്ച അവരുടെ ഓർമ്മ ദിനമാണ്. ഇത്തരം സുന്ദരമായ ഒരു നല്ല മുഹൂർത്തങ്ങൾ നമ്മൾ ആ സമാധാനത്തോടു കൂടി ജീവിക്കുമ്പോ എല്ലാ സുഖങ്ങളും കിട്ടുമ്പോൾ നമ്മൾ അള്ളാനെ മറക്കാണ്. പണവും അധികാരവും വീട്ടിൽ നല്ല ഭക്ഷണവും നല്ല മക്കളും നല്ല സാങ്കേതിക വിദ്യകളും നമുക്കുള്ളപ്പോ നമുക്ക് അള്ളാനെ വേണ്ട.
ഒരു ക്യാൻസറോ ഒരു ട്യൂമറോ വന്നാൽ നിങ്ങൾ പെട്ടെന്ന് തഹജ്ജുദ് ഒഴിവാക്കൂല. പിന്നെ ഡെയിലി സക്കാത്താണ്, സ്വതക്കയാണ്. പിന്നെ പള്ളിക്ക് പള്ളിയോളം കൊടുക്കാനില്ലാത്തൊക്കെ ഉണ്ടായി കൊടുക്കും. അങ്ങനെ ചെയ്തുകൊണ്ട് കാര്യമില്ലെന്ന്. ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണം. ചെയ്തില്ലെങ്കിൽ അള്ളാഹുവിന്റെ ചില കടുത്ത പരീക്ഷണങ്ങൾ വന്നാൽ ഏത് ദുആ ചെയ്തിട്ടും കാര്യമില്ല. സമയം കഴിഞ്ഞുപോയി. സമയം കടുത്തുപോയാൽ പിന്നെ റബ്ബ് കൈവിടും. നമ്മളത് ഗൗരവത്തോടു കൂടി മനസ്സിലാക്കുക. നമ്മുടെ മുൻഗാമികളൊക്കെ ഈ നാട്ടിൽ പിടിച്ചു നിന്നത് അവരാരോഗ്യവും പണവും കൊണ്ടൊന്നുമല്ല, അവരധികാരം കൊണ്ടല്ല, അവർ ദീൻ കൊണ്ടാണ്. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹ് പറയുന്നുണ്ട്, الذين إن مكناهم في الأرض أقاموا الصلاة وآتوا الزكاة وأمروا بالمعروف ونهوا عن المنكر ولله عاقبة الأمور. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ മുഹാജിരീങ്ങളെ പറ്റിയാണ് അല്ലാഹ് പറഞ്ഞത്. മക്കയിൽ നിന്ന് അവർ ആട്ടി ഓടിക്കപ്പെട്ടപ്പോ, ശത്രുക്കൾ അവരെ തുരത്തി ഓടിച്ചപ്പോ, ദീൻ ഇവിടെ പറയാൻ പറ്റൂല, മുത്ത് റസൂലുള്ളാഹിനെ ഇവിടെ വാഴിക്കൂല എന്ന് പറഞ്ഞപ്പോ, കണ്ടാൽ കൊല്ലുമെന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹിയും സ്വഹാബത്തും കൂടി മദീനയിലേക്ക് ഹിജ്റ പോകുന്നുണ്ട്. എന്നാൽ മക്കയിൽ ജീവിക്കുന്നതിനേക്കാൾ സുന്ദരമായ ജീവിതമാണ് അല്ലാഹു അവർക്ക് മദീനയിൽ കൊടുത്തത്. മദീനയിൽ ചെന്നപ്പോ അവരെ സ്വീകരിച്ചു. നമ്മളെ സ്വീകരിക്കാൻ വല്ല മദീനയുമുണ്ടോ? നീയൊക്കെ പാകിസ്ഥാനിൽ പോകേണ്ടവനാണ്, നീയൊക്കെ സൗദി അറേബ്യയിൽ പോവേണ്ടവനാണെന്ന് പറയുമ്പോ, പാകിസ്ഥാനിൽ പോയാലും സൗദി അറേബ്യയിൽ പോയാലും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന സ്വാതന്ത്ര്യവും സമാധാനവും ഏത് നാട്ടിൽ പോയാൽ കിട്ടും സഹോദരങ്ങളെ? കിട്ടൂലല്ലോ. ജന്മനാട് അവർക്ക് ജന്മനാട് തന്നെയാണ്. ഈ കേരളത്തിൽ, ഈ മലബാറിന്റെ മണ്ണിൽ, ഈ എറണാകുളം ജില്ലയിൽ മുടിക്കലാണ് നമ്മൾ ജനിച്ചതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇതുപോലത്തെ ശാശ്വതമായ സമാധാനമുള്ളൊരു അന്തരീക്ഷം വേറെ നമുക്കുണ്ടാവൂല. എവിടെ ചെന്നാലും നമ്മൾ കുടിയേറ്റക്കാരെന്നോ വരുത്തന്മാരെന്നോ പേരുണ്ടാവും. നമ്മളെ നാട് തന്നെയാണ്. പക്ഷേ മക്കയിൽ നിന്ന് ആക്രമിക്കപ്പെട്ട് അനീതിയോടുകൂടിയിട്ട് വിടവാങ്ങേണ്ടി വന്ന മക്കക്കാർക്ക് അള്ളാഹു കൊടുത്തത് പരിശുദ്ധമായ മദീനയാണല്ലോ. എന്തുകൊണ്ടെന്നറിയോ? അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, അല്ലദീന ഇമ്മക്കന്നാഹും ഫിൽ അർളി, അവർക്ക് താമസിക്കാൻ ഞാൻ ഒരു സ്ഥലം കൊടുത്തപ്പോ, അവർക്ക് കിടക്കാൻ ഒരു വീട് കൊടുത്തപ്പോ, അവർക്ക് സഞ്ചരിക്കാൻ നാം വാഹനം കൊടുത്തപ്പോ, അവർക്ക് ഉപയോഗിക്കാൻ നാം പണം കൊടുത്തപ്പോ, അവർക്ക് ആസ്വദിക്കാൻ സുഖവിശിഷ്ടമായ അവരുടെ ഭാര്യയും മക്കളെയും കൊടുത്തപ്പോ, അവരെങ്ങനെയായിരുന്നെന്നറിയോ? അഖാമുസ്സലാ, നിസ്കാരം നിലനിർത്തുന്നവരായി, വആത്തുസ്സകാത, അവർ സകാത്ത് കൊടുക്കുന്നവരായി. അല്ലാഹ് പറയുന്നത്, വഅമറൂ ബിൽ മഅറൂഫി വനഹൗ അനിൽ മുൻകരി വലില്ലാഹി ആഖിബത്തുൽ ഉമൂർ. നന്മ കൊണ്ട് കൽപ്പിക്കുന്നവരായി. അവരെ നാട്ടിൽ ആരെങ്കിലും ഒരാൾ തിന്മ ചെയ്താൽ അവൻ കണ്ടവന്റെ മകനല്ലേ എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞു പോവില്ല. അവൻ കരക്കാരന്റെ മകനല്ലേ എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞു പോവില്ല. ആ നാട്ടിലുള്ളവരെല്ലാം ഒറ്റക്കെട്ടായിരുന്നു മുസ്ലിമീങ്ങൾ. അവർ പരസ്പരം ഗുണദോഷിച്ചു, നന്മ കൊണ്ട് കൽപ്പിച്ചു, തിന്മ കണ്ടാൽ ചെയ്യരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഒറ്റക്കെട്ടായിട്ട് ജീവിച്ചപ്പോ മക്കയിൽ താമസിക്കാൻ സൗകര്യമില്ലെങ്കിലും അവർക്ക് കൊടുത്തത് മദീനയാണ്. ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാഇ അയ്യുഹൽ മബ്ഊസു ഫീനാ ജിത ബിൽ അംരിൽ മുതാഇ. നബിതങ്ങൾ വന്നപ്പോ പാട്ട് പാടിയിട്ട് അവരെ സ്വീകരിച്ചതിന്റെ കാരണം ചില ക്വാളിറ്റികൾ അവർക്കുണ്ടായിരുന്നു. ഈ ക്വാളിറ്റികൾ എനിക്കും നിങ്ങൾക്കും ഉണ്ടായാലാണ് മുഅ്മിനേ സമാധാനത്തോടുകൂടി ഒറ്റ ദിവസമാണെങ്കിലും ഈ നാട്ടിൽ താമസിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അല്ലാഹ് സമാധാനം തരൂല്ലാന്ന്. പൗരത്വരേഖ പേര് മാറ്റിയിട്ടല്ല, സമാധാനം എന്നുള്ള സാധനം ഉണ്ടാവില്ല. ഇപ്പൊ ഇല്ലാത്തതാണ്. കാശ് കൊടുത്ത് കടയിൽ നിന്ന് മേടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ കുറച്ച് സമാധാനം മേടിക്കാറുണ്ട്. പക്ഷെ അത് കിട്ടൂല. എവിടെയാണ് സമാധാനം എന്നറിയോ? അലാ ബിദിക്രില്ലാഹ്
തത്മഇന്നുൽ ഖുലൂബ്. നല്ല സമാധാനം വേണമെങ്കിൽ അള്ളാഹിനെ കുറിച്ചുള്ള ചിന്ത ഖൽബിൽ വേണം. അവനെ അനുസരിച്ച് ജീവിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീനൊന്നും പോരാ മനുഷ്യന്മാരെ, ഭക്ഷണം കഴിച്ചില്ലായിരിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കണം. ഇല്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. മക്കളെ കൊണ്ട് സമാധാനം ഉണ്ടാവില്ല. മക്കൾ ഇറങ്ങി ഓടും. മക്കൾ തിരിച്ച് വർത്താനം പറയും. ബിസിനസ്സിൽ സമാധാനം ഉണ്ടാവില്ല. വീട്ടിന്റെ ഉള്ളിൽ സമാധാനം ഉണ്ടാവില്ല. പുറത്തു പോയ സമാധാനം ഉണ്ടാവില്ല. നാളെ എന്ത് ചെയ്യുന്നുള്ള ടെൻഷനായിരിക്കും. ടെൻഷൻ കാരണം രോഗം ഉണ്ടാവും. രോഗം വരുമ്പോൾ അറ്റാക്ക് ഒന്നും വരും. ഇനിയിപ്പ എത്ര നൂതന സംവിധാനം ഉണ്ട്. ഞാനത് സിമ്പിളായിട്ടാണ് പറയണമെങ്കിലും ഗൗരവമുള്ള കാര്യമാണ്. ഇപ്പോൾ ഈ ഇരിക്കുന്ന കാരണന്മാരുണ്ടല്ലോ, ഇവർക്ക് കിട്ടുന്ന സമാധാനത്തിന്റെ അംശമൊന്നും ഇനിയുള്ള തലമുറയ്ക്ക് ഉണ്ടാവില്ല. എങ്ങനെയാ സമാധാനം കിട്ടുക? മുത്തുനബി തങ്ങൾ പറയുന്നു. വിശുദ്ധമായ ഖുർആന്റെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാര് പറയുന്നു, وقيل الأمة كلها قلت السواء ما قاله مكي أنه بدل من ينصره في محل نسبه. الأمة كلها, ഈ ഉമ്മത്തിന് മുഴുവനുമാണ് സമാധാനം കിട്ടുന്നത്. എങ്ങനെ ജീവിച്ചാലെന്നറിയോ? അള്ളാഹുവിന്റെ ചില ഡിമാൻഡുകളുണ്ട്. ഡിമാൻഡുകൾ വെച്ചപ്പോൾ അള്ളാഹു ഒന്നാമത് വെച്ചത് നിസ്കാരമാണ്. നിസ്കാരം വളരെ പ്രധാനപ്പെട്ടാണ്. ഒരുത്തൻ നിസ്കരിച്ചില്ലെങ്കിൽ ആ നിസ്കാരം അവൻ ഇല്ലാത്ത ദിവസം അവൻ ആ ദുനിയാവിൽ ജീവിക്കും തോറും അവന്റെ തലവേണ്ട ഇടുത്തി പോലെ ഇങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടിരിക്കും. ഓരോന്ന് വരും. നമ്മൾ മുമ്പും ചില സമയത്ത് ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ഈ വിഷയങ്ങൾ പലപ്പോഴൊക്കെ പല വിഷയങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ആവർത്തന വിലസതയില്ല നിങ്ങളോട് പറയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവത്തോട് നമ്മൾ ചിന്തിക്കണം. ഇപ്പൊ നമുക്ക് ഈ സെക്കൻഡിൽ പ്രശ്നമില്ലാത്തത് കൊണ്ട് നെക്സ്റ്റ് സെക്കൻഡിൽ നമുക്ക് എന്താകുമെന്നൊരു ആശങ്ക നമുക്കില്ല. നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കണം. നമ്മുടെ രാജ്യത്തിന്റെ ഭാവി, നമ്മുടെ തലമുറ ഇവിടെ ജീവിക്കേണ്ട സാഹചര്യം. അതുകൊണ്ട് നമ്മൾ മാത്രമല്ല, നമ്മുടെ കുടുംബവും നമ്മൾ ഒരുമിച്ച് നന്നാവട്ടെ. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ ഉറക്കെ വന്ന സ്വലാത്ത് പറഞ്ഞേ, പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ സ്വല്ലാ സ്വലാത്ത സുബ്ഹി ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്. ഒരുവൻ അല്ലാഹുവിന്റെ പള്ളിയിൽ പോയിട്ട് സുബ്ഹി നിസ്കരിച്ചാലോ, അല്ലാഹുവിന്റെ പള്ളിയിൽ വന്നിട്ട് സുബ്ഹി നിസ്കരിച്ചാൽ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്, അവൻ അല്ലാഹുവിന്റെ പ്രൊട്ടക്ഷനിലാണ്. മുഖ്യമന്ത്രിക്ക് പോകണമെങ്കിൽ എസ്കോട്ട് വേണം അല്ലേ? പ്രധാനമന്ത്രിക്കുണ്ട് എസ്കോട്ടുകളൊക്കെ. നമുക്ക് ആർക്കും എസ്കോട്ടില്ല. നമ്മൾ പുറത്തിറങ്ങി ഒരാളും തട്ടിക്കളഞ്ഞാൽ എസ്കോട്ടില്ല. നമ്മൾ എസ്കോട്ട് എന്താണ്? സുബ്ഹി നിസ്കാരം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഫലാ യത്ലുബന്നകുമുല്ലാഹു മിൻ ദിമ്മത്തിഹി ശൈഉൻ. അല്ലാഹുവിന്റെ ഉത്തരവാദിത്തത്തിൽ നിൽക്കുന്ന ഒരാളെ തൊടാൻ അല്ലാഹു അനുവദിക്കൂല. പടച്ച തമ്പുരാനാണ് പറയുന്നത്, ഫഇന്നഹു മയ്യത്ലുബുഹു മിൻ ദിമ്മത്തിഹി ബിശൈഇൻ യുദ്രികുഹു. സുബ്ഹി നിസ്കരിക്കുന്ന ഒരാളെ ഒരുത്തൻ തെറി പറഞ്ഞാൽ, സുബ്ഹി നിസ്കരിക്കുന്ന ഒരാളെ ഒരുവന് കളിയാക്കിയാൽ, സുബ്ഹി നിസ്കരിക്കുന്ന ഒരാളെ ഇൻസൾട്ട് ചെയ്താൽ അവനെ അല്ലാഹു വെറുതെ വിടൂല. പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ വെറുതെ വിടൂല എന്ന് മാത്രമല്ല, സുമ്മ യകുബ്ബുഹു അലാ വജ്ഹിഹി ഫീ നാരി ജഹന്നം. ജഹന്നം എന്ന നരകത്തിലേക്ക് അവനെ വലിച്ചിഴച്ചു കൊണ്ടുപോയി തള്ളിയിടുമെന്ന് ഹബീബുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ദുനിയാവിന്റെ ഇടങ്ങേറ്, ബലാ, മുസീബത്തുകൾ, രോഗങ്ങൾ, പ്രതിസന്ധികൾ, പ്രത്യാഘാതങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇടങ്ങേറുകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണോ? അള്ളാഹു നമ്മളെ കാക്കണോ? റബ്ബിലേക്ക് എടുക്കണേ. അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണേ. വെസ്റ്റ് മുടിക്കൽ എന്ന നാട്ടിൽ നമുക്ക് സമാധാനം ഉണ്ടാകണോ? വെസ്റ്റ് മുടിക്കൽ ഈ നാട്ടിൽ സമാധാനത്തിന്റെ വാതിലുകൾ തുറക്കണോ? മുഅ്മിനേ, നീ മാത്രം നിസ്കരിച്ചത് കൊണ്ട് കാര്യമില്ല. ഈ മഹല്ലെ 250 കുടുംബങ്ങളിലെ ഓരോ വീട്ടിലെ പ്രായപൂർത്തിയും പക്വതയുമായ ഓരോ അംഗങ്ങളെ നിസ്കാരം നിർവഹിക്കാതെ ഈ നാട് സംരക്ഷിക്കപ്പെടില്ല. പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് അക്രമങ്ങൾ വരുന്നത്. മക്കക്കാരായ മുഹാജിരീങ്ങളെ പറ്റി അല്ലാഹു പറഞ്ഞപ്പോ നിസ്കാരം ഒഴിവാക്കൂലെന്ന് മാത്രമല്ലല്ലോ, കണ്ണ് കാണാത്ത ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അരികെ വരുന്നുണ്ട്. നബിയേ, 2 കണ്ണ് കാണാൻ വയ്യ നബിയേ.
കണ്ണിന് കാഴ്ചയില്ല യാ നബിയല്ലാ, ഞാനും പള്ളിയിൽ വരണോ നബിയേ? റസൂലുള്ളാഹി പറഞ്ഞു കുഴപ്പമില്ല, നബിക്കോളാൻ പറഞ്ഞു. ആയത്ത് വരുന്നു, നബിയേ നടന്ന് പള്ളി വരാൻ കഴിവുള്ളവന് പള്ളി വന്നേ പറ്റുള്ളൂ. മുത്തുനബി തങ്ങൾ തിരിച്ചു വിളിച്ചിട്ട് പറയുന്നു, ഇബ്നു ഉമ്മി മക്തൂം, നിന്റെ വീട്ടിൽ നിന്നൊരു കയറ് പള്ളിയിൽ കെട്ടിയിട്ടാണെങ്കിലും ആ കയറിൽ പിടിച്ചിട്ടാണെങ്കിലും പള്ളി വന്നേ മതിയാവൂ. ഇബ്നു ഉമ്മി മക്തൂം വീട്ടില് വാഹനമുള്ള, വീട്ടില് സംവിധാനങ്ങളുള്ള, വാഹനങ്ങളും എല്ലാ ആഡംബരങ്ങളുമുള്ള മുഅ്മിനെ ആരോഗ്യം നിനക്ക് തന്നിട്ട് നീ പള്ളിയെ മറക്കുന്നില്ലേ? നിനക്ക് പിന്നെ എവിടെന്ന് സമാധാനം കിട്ടാനാ? നീ ഏത് ഹോസ്പിറ്റലിൽ പോയാലാ നിന്റെ അസുഖം മാറുക? നീ ഏത് കുടുംബത്തിലാ ജീവിക്കുന്നത്? എങ്ങനെയാ നീ എത്ര എക്സസൈസ് ചെയ്താലും, എത്ര ഡയറ്റ് നോക്കിയാലും, എത്ര സംവിധാനം ചെയ്താലും നിന്നെ അല്ലാഹ് വെറുതെ വിടൂല്ല. മാരകമായ രോഗങ്ങളും പ്രത്യാഘാതങ്ങളും നിനക്ക് തരുമെന്നാണ്. അത് വന്നു കഴിഞ്ഞാലോ അള്ളാഹുവിന്റെ ദിമ്മത്തിൽ പോലും നിന്നെ പെടുത്തൂല്ല. നീ ഇങ്ങനെ ഇടിഞ്ഞു താന്നുകൊണ്ടേയിരിക്കും. ഇടിഞ്ഞു താഴുമ്പോ നീ വിചാരിക്കും കരകയറാമെന്ന് നീ പ്രതീക്ഷിക്കരുത്. പടച്ചവന്റെ പള്ളിയെ മറന്നവനെ, അള്ളാന്റെ ദീനിനെ പുറങ്കാലുകൊണ്ട് ചവിട്ടിയെറിഞ്ഞവനെ, ആ അള്ളാന്റെ ദീനിന്റെ മുഖത്ത് നോക്കി ഇളിച്ചു കാണിക്കുന്നവനെ, ഒരിക്കലും നിനക്ക് മേൽഗതിയില്ല. അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്തൂല്ല. ഒരു സുബഹി നിസ്കാരം ഒഴിവാക്കിയതിന്റെ ആദാബാണ് ഈ പറയുന്നതെങ്കിൽ നിങ്ങൾ നോക്കിയോളൂ. നിസ്കരിക്കുന്നവരെ കാര്യം അപ്പോഴോ, നിസ്കരിക്കുന്നവര് പറയും എന്റെ നിസ്കാരം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടല്ലോ എന്ന് ചിന്തിക്കുന്നവര് കേട്ടോ. ഈ ആയത്തിനെയും ഈ ഹദീസിനെയൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ തന്റെ മിഷ്കാത്തിന്റെ ശറഹിൽ പറയുന്നു, ഫീഹി ഗായത്തു തഹദീരി മിനത്ത് തഅറുളി ബിസ്സൂഇ ലിമൻ സല്ല സുബ്ഹൽ മുസ്തൽസിമത്തി ലിസ്സലാത്ത്. ഒരുവൻ 5 വഖത്ത് നിസ്കരിക്കുന്നവനാണ്, അവനെ കുറിച്ച് അള്ളാഹുവിന്റെ പണ്ഡിതന്മാര് പറയുന്നത് കേട്ടോളൂ. അന്ന ഫീ തഅറുദ് ലഹു ബിസ്സൂഇ ഗായത്തുൽ ഇഹാനതി വൽ അദാബ്. നിസ്കരിക്കുമ്പോൾ അവൻ സൂക്ഷിച്ച് നിസ്കരിക്കണം. ബാക്കിയുള്ള ളുഹറും അസറും മഗ്രിബും ഇശാവും ഒരു വലിയ എളുപ്പമായിട്ട് കിട്ടണമെങ്കിൽ അവൻ സുബഹി നിസ്കരിച്ചേ മതിയാവുള്ളൂ. സുബഹിക്ക് വീട്ടിൽ കിടന്ന് മൂടി പുറച്ചുറങ്ങിയിട്ട് നീ വന്ന് ളുഹർ നിസ്കരിച്ചത് കൊണ്ട് ആ ളുഹറിന് അർത്ഥമില്ല. എടോ നിസ്കരിക്കാത്തവനെ, നീ ചെയ്യുന്ന ഒരേ അമല് പോലും അള്ളാന്റെ ഭാഗത്ത് പരിഗണനയില്ല. അള്ളാഹ് പരിഗണിക്കൂലെന്ന് മാത്രമല്ല, റബ്ബിന്റെ കോടതിയിൽ സമാധാനം പറയാതെ അവിടെ നനങ്ങാനും പറ്റൂല. അള്ളാന്റെ ഖുർആൻ പറയാ വ്യക്തമായിട്ടാ, ഞാനിത് വെറുതെ എന്റെ വാ കൊണ്ട് പറയല്ല, എന്റെ അഭിപ്രായം പറയല്ല. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് സാലിം എന്നവര്. ഹജ്ജാജ് രാജാവ് സാലിമിനോട് പറയുന്നു, സാലിമേ ഒരാളെ കൊല്ലാനുണ്ട്, പോയി കൊന്നിട്ട് വന്നോളൂ. ഹജ്ജാജ് രാജാവിന്റെ കൊട്ടാരത്തിലെ പണിക്കാരനാണ് സാലിം. പോയി കൊല്ലാൻ പറഞ്ഞപ്പോ സാലിം ചെല്ലുകയാണ്. കൊല്ലാൻ വേണ്ടി ചെന്നപ്പോ നിൽക്കുന്ന ആളുണ്ടല്ലോ, നല്ല തിളക്കമുള്ള മുഖമുള്ള ഒരാളാണ്. സാലിം തങ്ങൾ ചോദിച്ചു, അസ്വല്ലൈത സുബ്ഹ, മോനെ നീ സുബഹി നിസ്കരിച്ചോ? ഞാൻ സുബഹി നിസ്കരിച്ചു എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ തിരിഞ്ഞുപോയി. തിരിഞ്ഞുപോയി. ഹജ്ജാജ് രാജാവ് ചോദിച്ചു, മാ മനഅക മിൻ ഖത്ലിഹി, നീ എന്തുകൊണ്ടാണ് അവനെ കൊല്ലാ തിരിഞ്ഞു പോയത്? ആ സമയത്ത് പറയുന്നു, സാലിം എന്നവര് പറയുന്നു, ഹദ്ദസനി അബീ, എന്റെ വാപ്പ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് രാജാവേ, അന്നഹു സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി തങ്ങളുടെ ഒരു ഹദീസ് കേട്ടിട്ടുണ്ട്, മൻ സല്ല സുബ്ഹ കാന ഫീ ജിവാരില്ലാഹ്, ഒരുവൻ സുബഹി നിസ്കരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സംരക്ഷണയിൽ മാത്രമല്ല, അവൻ അള്ളാന്റെ ഏറ്റവും വലിയ അയൽക്കാരനാണ്. അള്ളാഹുവിനെ ചേർത്ത് നിർത്തുമെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ അയൽക്കാരനാണ്. എന്നിട്ടോ മുത്തുനബി തങ്ങൾ പറയുന്നു, ബഹുമാനപ്പെട്ട സാലിം തങ്ങൾ പറയുന്നു, അന്ന അഖ്തുലു റജുലൻ ഖദ് അജാറഹുല്ലാഹ്, അള്ളാഹുവിന്റെ
കൂടെ നിൽക്കുന്ന ഒരാളെ ഞാൻ എങ്ങനെ കൊല്ലാനാണ്? എനിക്കതിൽ ഭയമുണ്ടെന്ന് പറയുമ്പോ ഹജ്ജാജ് തങ്ങള് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ വാപ്പാനെ വിളിച്ചിട്ട് ചോദിക്കും, ഇബ്നു ഉമർ തങ്ങളെ, നിങ്ങൾ റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ ഒരു ഹദീസ് കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട് ഹജ്ജാജ് തങ്ങളെ. പിന്നെ ഹജ്ജാജ് രാജാവ് ഏതൊരാളെ കൊല്ലാൻ കൊണ്ടുവന്നാലും, ചോദ്യം ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നാലും ചോദിക്കുന്നത് നീ സുബഹി നിസ്കരിച്ചോ എന്നാണ്. സുബഹി നിസ്കരിച്ച ഒരാളെ പിന്നെ ഒരാൾ തൊട്ടിട്ടില്ല. സുബഹി നിസ്കരിക്കുന്ന ഒരുവനെ ആരെങ്കിലും തൊട്ടാൽ അവനെ അള്ളാഹു കൈകാര്യം ചെയ്യുമെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ. നിസ്കരിക്കുന്നവർ വിചാരിക്കും, ഓക്കെ ഞാൻ സെറ്റായി, എന്റെ കാര്യം ഓക്കെ ആയി. അതും പറയാൻ വരട്ടെ, ചില കാര്യങ്ങൾ ഗൗരവത്തോടു കൂടി കേൾക്കണം. വിശുദ്ധമായ ഖുർആന്റെ അവസാന ഭാഗങ്ങൾ കാണാം, ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്കാണ് നാശമെന്ന്. എന്തുകൊണ്ട്? നിസ്കാരത്തിൽ യാതൊരു സൂക്ഷ്മതയും ഉണ്ടാവില്ല. 40,000 കൊല്ലം കൊണ്ട് 2 റക്അത്ത് നിസ്കരിച്ചു സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. 40,000 കൊല്ലം എടുത്തു 2 റക്അത്ത് നിസ്കരിക്കാൻ. നമുക്കോ 1 മിനിറ്റ് വേണ്ട, അരമണിക്കൂറുണ്ട് തറാവീഹ് നിസ്കരിക്കണം നമ്മള്. പിന്നെ നമ്മുടെ സുന്നത്ത് നിസ്കാരത്തിന്റെ കഥ വല്ലതും പറയണോ? അള്ളാഹു നമുക്ക് ഈമാൻ തരട്ടെ. ഉറക്കം പറ, അള്ളാഹു നമുക്ക് ഈമാൻ തരട്ടെ. ഈമാനില്ലയോ വെസ്റ്റ് മുടിക്കലിൽ സമാധാനത്തോടെ ജീവിക്കാമെന്ന് ഞാനും നിങ്ങളും കരുതരുത്. ഇതൊരു നിയമം മാത്രമല്ല, 12ഓളം രേഖകൾ കാണിച്ച് വോട്ടർ പട്ടികയിൽ പേരുണ്ടെന്ന് പറഞ്ഞാലും നട്ടപ്ര നിയമങ്ങൾ തലയ്ക്ക് പിന്നാലെ വരാനുണ്ട്. അതുകൊണ്ട് മുഅ്മിനേ, പടച്ചവനിലോട്ട് മടങ്ങാൻ നമ്മൾ തയ്യാറാവുക. ഇമാം ഖുർത്തുബി തങ്ങൾ പറയുന്നത് എന്തെന്നറിയോ? ഫമല്ലം യുഹാഫിദ് അലാ റുകൂഇഹാ, ഒരുവൻ നിസ്കരിച്ചിട്ടുണ്ട് പക്ഷേ നിസ്കാരം പരിപൂർണമല്ലെങ്കിലോ, വറുകൂഅഹാ വസുജൂദഹാ, നിസ്കരിച്ചിട്ടുണ്ട് പക്ഷേ ഒരു 3 സുബ്ഹാന റബ്ബിയൽ അഅല സുജൂദിപ്പടെന്ന് പറയാനായിട്ട് നടുവേദനയാണ്. ഊലങ്ങട്ട് പോയാ എത്രയും പെട്ടെന്ന് സമീഅല്ലാഹു ലിമൻ ഹമിദ പറയണം. 2 റക്അത്ത് നിസ്കാരം 40,000 കൊല്ലം നിസ്കരിച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് ചോദിക്കുന്നുണ്ട്, പടച്ചോനെ ഇതിനേക്കാൾ വലിയ നിസ്കാരം വേറെ ഉണ്ടോ? അല്ലാഹുവേ, ഇതിനേക്കാൾ വലിയ കൂലിയുള്ള നിസ്കാരം ഉണ്ട് ജിബ്രീൽ. എന്റെ ഉമ്മത്തിൽപ്പെട്ട മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ വരാനുണ്ട്, സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്ത് പറയണം മുഹമ്മദ് മുസ്തഫ. ആ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽപ്പെട്ട കുറച്ച് ആളുകളുണ്ട്, അവർ കുറച്ചുപേരേ ഉള്ളൂ നിസ്കരിക്കും. അത് പള്ളി വന്ന തക്ബീറത്തുൽ ഇഹ്റാം കേട്ടി 2 റക്അത്ത് നിസ്കരിക്കും. പക്ഷേ തക്ബീറത്തുൽ ഇഹ്റാമിൽ മാത്രമാണ് അള്ളാഹിനെ കുറിച്ച് ഓർക്കുള്ളൂ. പിന്നെ അള്ളാഹിനെ കുറിച്ചുമില്ല, റസൂലിനെ കുറിച്ചുമില്ല. യാ അല്ലാഹ് ഖല്ലി വല്ലി അവരുടെ കാര്യം. പക്ഷെ ജിബ്രീൽ, നിന്റെ നിസ്കാരത്തെക്കാൾ എനിക്ക് വില അവരുടെ നിസ്കാരമാണെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ. അത്രത്തോളം സ്ഥാനം നമുക്ക് തന്നിട്ടുണ്ട്. തക്ബീറത്തുൽ ഇഹ്റാമിൽ അള്ളാഹിനെ കുറിച്ച് ഓർക്കുണ്ടോ? വജ്ജത്തൊന്ന് വ്യക്തമായിട്ട് സുന്നത്ത് നിസ്കാരത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയേ. സുന്നത്ത് നിസ്കാരത്തിന്റെ ഹൈ സ്പീഡ് ഫാത്തിഹ പോലും ഓതില്ല. അല്ലാഹു അക്ബർ എന്ന് പറയും, വേറെ ചിന്ത വരും, പെട്ടെന്ന് റുക്കൂല് പോവും. സമീഅല്ലാഹു ലിമൻ സുന്നത്ത് നിസ്കരിച്ചെന്ന് പേര് വരുത്താൻ വേണ്ടി ആ നിസ്കാരം അള്ളാഹ്ക്ക് വേണ്ട. അങ്ങനെയുള്ള നിസ്കാരക്കാരാണ് നമ്മൾ ഭൂരിഭാഗം പേരെന്ന് ഞാൻ പറഞ്ഞാൽ, എന്റെ നിസ്കാരത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളുടെ നിസ്കാരത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. നിസ്കരിച്ചുകൊണ്ട് മാത്രം കാര്യമായില്ല, അതിനകത്ത് ഖുശൂഉം വജ്ജഹത്ത് ഓതി, കൈകെട്ടി വന്ന് നിയ്യത്ത് വെച്ച് കൈകെട്ടി സമാധാനത്തോടെ വജ്ജഹത്ത് ഓതി, ഔദും ബിസ്മീൻ ചൊല്ലി നല്ല വ്യക്തമായിട്ട് ഫാത്തിഹ ഓതി, ചെറിയൊരു സൂറത്തെങ്കിലും ഓതി, നല്ലവണ്ണം റുക്കൂഅ് ചെയ്ത് അതിനകത്ത് 3 സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി എന്ന് 3 പ്രാവശ്യം വ്യക്തമായിട്ട് പറഞ്ഞ് സമീഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ റബ്ബനാ ലക്കൽ ഹംദു മിൽഅസ് സമാവാതി വമിൽഅൽ അർളി വമിൽഅമാ, ആ ദുആ വ്യക്തമായിട്ട് പരിപൂർണമായിട്ട് ചൊല്ലി അത്രയും നേരം നിന്ന് അനക്കമടങ്ങി നിന്ന് സുജൂദിൽ ചെന്ന് കഴിഞ്ഞാൽ അവന്റെ അവയവങ്ങൾ പതിക്കേണ്ട അവയവങ്ങൾ അവിടെ പതിപ്പിച്ച് സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി എന്നുള്ള പ്രാർത്ഥന 3 വട്ടം ദിക്ർ ചൊല്ലി ഇടയിലുള്ള ഇരുത്തത്തിൽ റബ്ബിഗ്ഫിർലി മുഴുവനും ചൊല്ലി. അങ്ങനെ ഒരു നിസ്കാരം നിസ്കരിച്ചിട്ട് എത്ര നാളായി? അങ്ങനെ ഒരു നിസ്കാരം ഒരൊറ്റ വഖത്ത് ഒരൊറ്റ റക്അത്ത് നിസ്കരിച്ചിട്ട് എത്ര നാളായി? ഒരു റക്അത്തിൽ ഫുൾ റബ്ബിനെ സൂക്ഷിച്ച് കേന്ദ്രീകരിച്ച് നിസ്കരിച്ചിട്ട് സുജൂദിൽ മാത്രം നോക്കി നിസ്കരിച്ചിട്ട് ആ നിസ്കാരം എത്ര നാളായി? നിസ്കരിച്ചവര് പറയാം അൽഹംദുലില്ലാഹ്, നിസ്കരിക്കുന്നത് ഇഷ്ടമാണ്. പക്ഷെ നിങ്ങൾ കേക്ക്, ഫമല്ലം യുത്തിമ്മ റുകൂഅഹാ വസുജൂദഹാ,
റുകൂഉം സുജൂദും പൂർത്തിയാക്കിയില്ലയോ, ലം യുഹാഫിദ് അലൈഹാ, അവനെ അല്ലാഹ് സൂക്ഷിക്കൂല. നിസ്കരിക്കുന്നുണ്ട്, നിസ്കാരത്തിൽ സൂക്ഷ്മതയില്ലെങ്കിൽ അല്ലാഹ് അവനെ വിട്ടേക്ക്, അല്ലാഹുവിന്റെ ദിമ്മത്തില്ല. വമൻ ലം യുഹാഫിദ് അലൈഹാ, ഒരുവൻ അല്ലാഹു ആ നിസ്കാരത്തെ സൂക്ഷിച്ചില്ല എങ്കിൽ വമൻ ലയ്യഅ ഫഹുവ ലിമാ സിവാഹാ അളിയഉ കമാ അൻ മൻ ഹാഫദ അലൈഹാ, ഒരുവൻ നിസ്കാരത്തെ സൂക്ഷിച്ചില്ലെങ്കിൽ അവൻ പാഴായി പോയവനാണ്. എങ്ങനെ പാഴായി പോയവനെന്നറിയോ? അന്നമൻ ഹാഫള അലൈഹാ ഫഖദ് ഹഫിള ദീനഹു, ഒരുവൻ നിസ്കാരത്തെ സൂക്ഷിച്ചാൽ അവൻ ദീനിനെ സൂക്ഷിച്ചു. വലാ ദീന ലിമൻ ലാ സ്വലാത ലഹു, നിസ്കരിക്കാത്തവന് ദീനില്ല. അവൻ നിസ്കരിച്ചില്ലെങ്കിലുണ്ടല്ലോ ഉസ്താദേ ഭയങ്കര സദഖയാണ്, കാര്യമില്ല. അവൻ നിസ്കരിച്ചില്ലെങ്കിൽ അവൻ ഭയങ്കരമായ സേവനമാണ്, അല്ലാഹു സ്വീകരിക്കൂല. നിസ്കരിച്ചവന്റെ അമല് മാത്രമേ അല്ലാഹു സ്വീകരിക്കുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അല്ലാഹ് പറയാണ്, ഒരു നാട്ടിൽ സമാധാനത്തോടു കൂടി ജീവിക്കണമെങ്കിൽ നിസ്കാരം വേണം, സക്കാത്ത് കൊടുക്കണം, നന്മ കൊണ്ട് കൽപ്പിക്കുക.